ഇനി ഇളക്കി കൊടുക്കുക. ഈ കറിയും കൂട്ടി നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണല്ലേ എം ജി? എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വെക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. 150 പരിപ്പാണ്. എന്ത് പരിപ്പാണ് ചെയ്ത്? പീസ് പരിപ്പ്. നമ്മളിത് കഴുകി കൊണ്ട് വന്നേക്കണേ. നമുക്ക് അടുപ്പിലോട്ട് ഇടാം. കുക്കറിൽ വെക്കാം എം ജി? കുക്കറിൽ വെക്കാം. പരിപ്പ് ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണല്ലേ എം ജി? പരിപ്പ് എളുപ്പമല്ലേ ഇപ്പം പരിപ്പ് വെക്കാൻ? ഞങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലേ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണ കറി എന്ന് വെച്ചാൽ പരിപ്പാണ്. 100 ഗ്രാം പരിപ്പൊക്കെ മേടിക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. 50 മേടിച്ചിട്ടില്ലേ എം ജി? 50 മേടിക്കാം, 100 മേടിക്കാം. 100 ഗ്രാം 50 ഗ്രാം ഒക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ? വേറെ എന്തൊക്കെയാ? വേറെ ഉള്ളി എത്ര എടുത്തേക്കണം ചെയ്ത്? 10 ഉള്ളി. പിന്നെ പച്ചമുളക് എത്രയാണ്? പച്ചമുളക് 3. ഇഞ്ചി സ്വല്പം. വെളുത്തുള്ളിയും കുറച്ച്. വെളുത്തുള്ളി സ്വല്പം. 150 ഗ്രാം പരിപ്പിനാണ്ട് പീസ് പരിപ്പ് എന്നാ പറയണ. അപ്പൊ അമ്മ പരിപ്പിന്റെ മേലിലേക്കാൻ പറ്റും എത്ര വെള്ളം വെച്ചിട്ടുള്ളട്ടാ? എല്ലാവർക്കും അറിയാവുന്ന അറിയണേ, ഇത് കൊച്ചി ശൈലിയിൽ വെക്കുന്ന ഇതാണ്. ഇതില്ലേ എം ജി, ദുബായിലൊക്കെ പരിപ്പിന് എന്താ പറയാന്ന് അറിയാമോ? ദാള് എന്ന് പറഞ്ഞേ. ദാൾ. അവിടെ അടിപൊളി പരിപ്പ് കറി കിട്ടും. എനിക്കറിയാൻ പറ്റില്ല ഈ പരിപ്പിനാണ് ദാളെന്ന് പറയണത്. എത്ര അടി അടിക്കണം ചെയ്ത്? 4 അടി 5 അടി അടിച്ചാലും നല്ലോണം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം അല്ലേ? ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ടോ? കൂട്ടി കഴിഞ്ഞാൽ 4-5 വിസിൽ കഴിയുമ്പോൾ നമുക്ക് തിളക്കി കഴിയുമ്പോൾ തുറന്നു നോക്കാം. ഈ പരിപ്പ് നല്ല ഒന്നാന്തരം പരിപ്പാണ് കേട്ടോ. 3 അടി അടിച്ചപ്പോൾ തന്നെ പരിപ്പ് വെന്ത്. ചില പരിപ്പിന് 4-5 വേണ്ടി വരും. താളിക്കാൻ പോണേ നല്ല പരിപ്പാണ്. 3 വിസിലടിച്ചപ്പോൾ ആയല്ലേ? 3 വിസിലടിച്ചപ്പോൾ തുറന്നു കാണിച്ചു. നല്ല ആൾക്കാർ വിശ്വസിക്കുള്ളൂ. പായസം വെക്കാൻ പറ്റിയ പരിപ്പ്, ചെറുപറ്റും പരിപ്പിൻ്റെ. ആഹാ, അടിപൊളിയായിട്ട് വെന്തല്ല. നല്ലൊരു വെന്ത്. എണ്ണയെന്ന് കായട്ടെ അല്ലേ? എണ്ണ കായട്ടെ. എണ്ണ തിളച്ചില്ലേ എം ജി? എണ്ണ തിളച്ച് അതെന്തായിരുന്ന? ഒരു 3-4 കടുക് ഇടാം. കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടുന്നുണ്ട്. പൊട്ടിട്ടാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളി ഇടാം. ചെറിയ ഉള്ളി. നമ്മള് ഈ പരിപ്പ് പുഴുങ്ങിയപ്പോഴേ ചെറിയ ഉള്ളി 10 ഇടേണ്ട ആവശ്യമുണ്ടോ? കൂടുതലിട്ടേ ചെറിയ ഉള്ളി ഇട്ടാലും മതി. ചെറിയ ഉള്ളി കുറക്കണേ കുറക്കാട്ടാ. സവാളനെക്കാട്ടും നല്ല ചെറിയ ഉള്ളിയാ. അടുത്ത എന്താ ചെയ്തിട്ടാ? ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സ്വല്പം ഇടുക. എന്നാലും നല്ലൊരു മണം ഉണ്ടാവും. പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. വേപ്പിലിടാല്ലേ? വേപ്പില ഇപ്പം ഇല്ല. വേപ്പിലിടാൻ സ്വല്പം മഞ്ഞപ്പൊടി, സ്വല്പം മതി. മഞ്ഞപ്പൊടി കുറച്ച് മതി. അടുത്ത എന്തായിരുന്ന? സ്വല്പം മുളക് പൊടി. എരിവ് വേണ്ടവർക്ക് എരിവിട്ട് കഴിക്കാം. എരിവ് ആവശ്യത്തിന് ഇടാം. എരിവ് ഇനി ഇല്ലാതെയും വെക്കാം നമുക്ക്. എരിവില്ലാതെ വെറുതെ വെളിച്ചെണ്ണ നെയ്യുമ്പോൾ പരിപ്പ് തിളപ്പോൾ വെളിച്ചെണ്ണ നെയ്യും കൂടി നമുക്ക് ഇറക്കാം. ചെറിയ പിള്ളേർക്ക് കൊടുക്കാം. ഇനി നമ്മുടെ വേപ്പില ഇട്ട് ശരിക്കും നമ്മുടെ തന്നെ ഉണ്ട്, നമ്മുടെ മനസ്സിലുണ്ടായത്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ പരിപ്പങ്ങൾ കമ്മത്തിയിടാം. ഇളക്കി കൊടുക്കുക. ഈ കറിയും കൂട്ടി നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണല്ലേ എം ജി? അന്നൊക്കെ ഇതിനെക്കാളും ഇത്തിരി നീട്ടി എടുക്കുള്ളൂ. അപ്പൊ നമ്മുടെ പരിപ്പ് കറി നല്ല ചൂടൊക്കെ ആറി നല്ല സെറ്റായിട്ടിരിക്കുന്നു. നോക്കിയേ, കട്ടിപ്പരിപ്പായിട്ടിരിക്കണേ അല്ലേ എം ജി? കട്ടിപ്പരിപ്പായിട്ടിരിക്കണേ. അപ്പൊ ഇങ്ങനെ ഇട്ടേ ചോറും കൂട്ടി കഴിച്ചോളാം. കുറച്ചും കൂടി മതി. കഴിച്ചിട്ടിടാം. വേണ്ട, പരിപ്പും ചോറും മാത്രം മതി കഴിക്കണമെങ്കിൽ.
അടിപൊളി. ചോറ് ഇത്തിരി എടുത്ത് കഴിക്കും. പരിപ്പ് കറി എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി കണ്ട് വെച്ച് നോക്ക്. ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.